മടക്കി വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പോക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ആരും കാണാതെ വെക്കാം, അതല്ലേ? അതിന് ഫ്ലിപ്പ് ഫോൺ ഇറങ്ങുന്നുണ്ടല്ലോ, പിന്നെ അതിന്റെ വിലയൊന്ന് നോക്കിയാലോ. സാംസങ് ഫ്ലിപ്പ് ഫോൺ ഇറക്കുന്നത്. സാംസങ്ങിന്റെ വില 1,10,000 രൂപ. പിന്നെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് വില കുറയിൽ ഇറക്കുന്നുണ്ടോ നോക്കാം. ഇൻഫിനിക്സ് 50,000 രൂപ, മോട്ടറോള 36,000 രൂപ. പോക്കറ്റിലിട്ട് ഈസിയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഫോണാണ് ഫ്ലിപ്പ് ഫോൺ. ബാക്ക് ക്യാമറ കൊണ്ട് ഡിസ്പ്ലേയിൽ നോക്കി ഫോട്ടോ എടുക്കാനും കഴിയും. ഫ്ലിപ്പ് ഫോൺ പുറത്തിറക്കുന്ന പ്രധാന ബ്രാൻഡ് സാംസങ് തന്നെയാണ്. വില പക്ഷേ 1,00,000 രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ മോട്ടറോള ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺ 1,00,000 രൂപയ്ക്ക് താഴെയും 36,000 രൂപയ്ക്കും വിപണിയിൽ പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഫ്ലിപ്പ് ഫോണുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. മോട്ടറോള റേസർ 60 അൾട്ര. ഈ ഓഗസ്റ്റിലാണ് ഇന്ത്യയിൽ ഇത് റിലീസ് ചെയ്തത്. 7.2 mm മാത്രമാണ് തിക്നെസ്, 199 ഗ്രാം വെയിറ്റ്. ഫോൾഡ് ചെയ്യുമ്പോൾ 15 mm തിക്നെസ് ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് സെറാമിക് ആണ് ഗ്ലാസ് ഫ്രണ്ടിന് നൽകിയിരിക്കുന്നത്. സിലിക്കൺ പോളിമർ ബാഗും അലുമിനിയം ഫ്രെയിമുമാണ് നൽകിയിരിക്കുന്നത്. IP48 ആണ് ഡസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ. 7 ഇഞ്ച് ഫോൾഡബിൾ LTPO അമോൾഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഡോൾബി വിഷൻ ഉള്ള ഡിസ്പ്ലേ ആണിത്. 4500 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്. ബാക്കിൽ നൽകിയിരിക്കുന്നത് 4 ഇഞ്ചുള്ള LTPO AMOLED ഡിസ്പ്ലേ ആണ്. 165 ഹെർട്സ് റിഫ്രഷ് റേറ്റും 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസുമാണ് ബാക്കിലെ ഡിസ്പ്ലേക്കുള്ളത്. ഫുൾ HD തന്നെയാണ് ഇതിന്റെയും റെസൊല്യൂഷൻ. മെയിൻ ക്യാമറയെ നൽകിയിരിക്കുന്നത് 50 മെഗാ പിക്സലിന്റെ 1 മൈക്രോമീറ്റർ പിക്സൽ സൈസ് ഉള്ള ക്യാമറയാണ്. 1.8 ആണ് അപ്പേർച്ചർ. 24 mm വൈഡ് ലെൻസ് ആണിത്. 1/1.56 സെൻസർ സൈസ്, മൾട്ടി ഡയറക്ഷണൽ ഓട്ടോ ഫോക്കസും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും നൽകിയിട്ടുണ്ട്. സെക്കൻഡറി ക്യാമറയായി വരുന്നതും 50 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ്. 0.6 മൈക്രോമീറ്റർ ആണ് പിക്സൽ സൈസ്. 2.2 ആണ് അപ്പേർച്ചർ. 12 mm വൈഡ് ലെൻസ് ആണ് ഇത്. 120 ഡിഗ്രി വരെ അൾട്രാ വൈഡ് ആംഗിൾ ഉണ്ട്. PDIF ഇതിലും നൽകിയിട്ടുണ്ട്. 8K അല്ലെങ്കിൽ 4Kയിലോ ഫുൾ HDയിലോ വീഡിയോ ചിത്രീകരിക്കാം. ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും വീഡിയോ ക്യാമറയ്ക്ക് നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറയായി നൽകിയിരിക്കുന്നതും 50 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ്. 0.64 ആണ് പിക്സൽ സൈസ്. 2.0 ആണ് അപ്പേർച്ചർ. 4K അല്ലെങ്കിൽ ഫുൾ HDയിൽ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം. ഡോൾബി ഫീൽ നൽകുന്ന സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. 4700 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും 30 വാട്ട്സ് വയർലെസ് ചാർജിങ്ങും 5 വാട്ട്സ് റിവേഴ്സ് ചാർജിങ്ങും സാധ്യമാണ്. ആൻഡ്രോയിഡ് 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ എലൈറ്റ് പ്രോസസർ ആണ് വരുന്നത്. 4.32 GHz 2 കോറും 3.53 GHz 6 കോറും ചേർന്ന് വരുന്ന പ്രോസസറാണിത്. അഡ്രിനോ 830 ആണ് നൽകിയിരിക്കുന്ന GPU. 18 ലക്ഷമാണ് ആന്റിറ്റ്യൂ സ്കോർ വരുന്നത്. 6796 ഗീഗ് ബെഞ്ച് സ്കോർ. 5938 3D മാർക്ക് സ്കോർ. 12GB RAM, 512GB ROM, 16GB RAM, 512GB മെമ്മറി, 12GB RAM, 1TB സ്റ്റോറേജ്, 16GB RAM, 1TB സ്റ്റോറേജ് വരുന്ന റാം സ്റ്റോറേജ് വേരിയന്റുകൾ ഉണ്ട്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ആണിത്. ഇത്രയധികം ഡിസ്പ്ലേ ഉള്ളപ്പോൾ 4700 mAh മാത്രമേ ബാറ്ററി ഉള്ളൂ എന്ന് തോന്നാം. പക്ഷേ LTPO ടെക്നോളജിയുള്ള AMOLED ഡിസ്പ്ലേ വളരെ കുറച്ച് എനർജി മാത്രമേ ഉപയോഗിക്കൂ. അതുകൊണ്ട് സിംഗിൾ ചാർജിൽ 15 മണിക്കൂർ വരെ ആക്റ്റീവ് യൂസ് സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ മോട്ടറോള റേസർ 60 അൾട്രയ്ക്ക് വരുന്ന വില 99,999 രൂപയാണ്. എന്നാൽ അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 37,000 രൂപയുടെ മോട്ടറോളയുടെ തന്നെ ഫ്ലിപ്പ് ഫോൺ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് ഇനി നോക്കാം. മോട്ടറോള റേസർ 50 വില മാത്രമാണ് കുറവുള്ളത്. ഫീച്ചറുകൾക്ക് ഒരു കുറവുമില്ല. 6.9 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ഈ ഫ്ലിപ്പ് ഫോണിന് 7.3 mm തിക്നെസ് മാത്രമാണ് ഉള്ളത്. 188 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഫ്രണ്ട് ഗ്ലാസിന് നൽകിയിരിക്കുന്നത്. സിലിക്കൺ പോളിമർ ബാഗ്, അലുമിനിയം ഫ്രെയിം എന്നിങ്ങനെയാണ് ബോഡി വരുന്നത്. വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗ് IP8 ആണ്. ഫോൾഡബിൾ LTPO AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, ഫുൾ HD ഡിസ്പ്ലേ എന്നിങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട് സ്ക്രീൻ. ബാക്ക് ഡിസ്പ്ലേ ആയി 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 3.6 ഇഞ്ച് വരുന്ന ഈ സ്ക്രീനിന് 1700 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഈ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ക്യാമറയിൽ 8 പിക്സൽ സൈസ് വരുന്ന മെയിൻ ക്യാമറയ്ക്ക് 1.7 ആണ് അപ്പേർച്ചർ. 1/1.95 ആണ് സെൻസർ സൈസ്. 25 mm വൈഡ് ലെൻസ് ആണിത്.
ഡ്യുവൽ പിക്സൽ PDIF-ഉം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. രണ്ടാമത്തെ ക്യാമറ 13 മെഗാ പിക്സൽ ആണ്. 1.12 ആണ് പിക്സൽ സൈസ്. 1/1.95 ആണ് സെൻസർ സൈസ്. 25mm വൈഡ് ലെൻസ് ആണിത്. 4K അല്ലെങ്കിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വീഡിയോ പകർത്താം. ഗൈറോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ആണ്. 0.8mm പിക്സൽ സൈസ്. 2.4 അപ്പേർച്ചർ. 1/3.14 സെൻസർ സൈസ്. 25mm വൈഡ് ലെൻസ് ആണിത്. 4K അല്ലെങ്കിൽ ഫുൾ HDയിൽ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം. സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ. 4200 mAh ബാറ്ററി. 30 വാട്ട്സ് ഫാസ്റ്റ് ചാർജിംഗ്. 15 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിംഗ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വരുന്നത്. MediaTek Dimensity 7300X പ്രോസസർ ആണ് ഉള്ളത്. 2.5 GHz-ന്റെ 4 കോറുകളും 2 GHz-ന്റെ 4 കോറുകളും ചേർന്ന് വരുന്ന CPU ആണിത്. മാലി G615 MC2 ആണ് നൽകിയിരിക്കുന്ന GPU. 6.5 ലക്ഷമാണ് ആന്റിറ്റ്യൂഡ് സ്കോർ. 3016 ആണ് ഗീക്ക് ബെഞ്ച് സ്കോർ. 856 3D മാർക്ക് സ്കോർ. 8GB RAM, 256GB സ്റ്റോറേജ്, 12GB RAM, 256GB സ്റ്റോറേജ് എന്നീ റാം സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. UFS 2.2 ആണ് സ്റ്റോറേജ് ടൈപ്പ്. 4200 mAh ഉള്ള ബാറ്ററിക്ക് സിംഗിൾ ചാർജിൽ 15 മണിക്കൂർ ആക്റ്റീവ് യൂസ് ചെയ്യുവാൻ പറ്റും. 8GB RAM, 256GB സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് 36,950 രൂപയാണ് ആമസോണിലെ വില. 37,530 രൂപയാണ് ഫ്ലിപ്കാർട്ടിലെ വില. വീഡിയോയ്ക്കൊപ്പം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. മോട്ടറോള റൈസർ 50ന്റെ അപ്ഡേഷൻ ഈ വർഷം മെയ്യിൽ റിലീസ് ചെയ്തിരുന്നു. 48,000 രൂപയാണ് ഇതിന് വില വരുന്നത്. മോട്ടറോള റൈസർ 60. ആൻഡ്രോയിഡ് 15 ആണ് അതിൽ നൽകിയിരിക്കുന്നത്. Dimensity 7400 പ്രോസസറാണ് നൽകിയിരിക്കുന്നത്. മറ്റു വ്യത്യാസങ്ങളൊന്നും പറയത്തക്കതായി ഇല്ല. അതിന്റെ പർച്ചേസ് ലിങ്കും വീഡിയോയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. മോട്ടറോള റൈസർ 50 അല്ലെങ്കിൽ 60 ഫ്ലിപ്പ് ഫോണും മോട്ടറോള റൈസർ 60 അൾട്രാ ഫ്ലിപ്പ് ഫോണും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിലയിൽ വലിയ അന്തരം ആണ് ഉള്ളത്. പ്രധാനമായി വ്യത്യാസം വരുന്നത് പ്രോസസറിലാണ്. റൈസർ 60 അൾട്രയ്ക്ക് ഹൈ എൻഡ് പ്രോസസറാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ബാക്ക് ഡിസ്പ്ലേ ആണ്. 3.6 ഇഞ്ച് റൈസർ 60യിൽ വരുമ്പോൾ 4 ഇഞ്ച് ഡിസ്പ്ലേ ആണ് അൾട്രയിൽ നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും മികവ് അൾട്രയിലുണ്ട്. കുറഞ്ഞ വിലയിൽ മികച്ച ഫ്ലിപ്പ് ഫോൺ നോക്കുന്നവർക്ക് മോട്ടോ റൈസർ 50 അല്ലെങ്കിൽ 60 നല്ല ചോയ്സ് ആണ്. എന്നാൽ ഫ്ലിപ്പ് ഫോണിനോട് ക്രേസ് ഇല്ലെങ്കിൽ നോർമൽ സ്മാർട്ട് ഫോൺ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. കാരണം ഒരു ഫ്ലിപ്പ് ഫോൺ വാങ്ങുന്ന ഏറ്റവും ചെറിയ വിലയ്ക്ക് ഹൈ എൻഡ് പ്രോസസറുള്ള ഏറ്റവും നല്ല അപ്ഡേഷനുള്ള ഒരു നോർമൽ സ്മാർട്ട് ഫോൺ വാങ്ങാം. ഫ്ലിപ്പ് ആയിരിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ അധികം പണം നൽകേണ്ടി വരുന്നത്. സാംസങ് വലിയ വിലയ്ക്ക് ഫ്ലിപ്പ് ഫോൺ മാർക്കറ്റ് ചെയ്യുമ്പോൾ മോട്ടറോള വിലക്കുറവിൽ നൽകുന്ന ഫ്ലിപ്പ് ഫോൺ കാണിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. മോട്ടറോളയുടെ ബഡ്ജറ്റ് ഫോണുകളിൽ വരെ കർവ്ഡ് ഡിസ്പ്ലേയും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും ഒക്കെ വരുന്നുണ്ട്. എൻട്രി ലെവൽ ഫോണുകളിൽ 7000 mAh ബാറ്ററി നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.